നമ്മുടെ ലോകം അഥവാ നാം വസിക്കുന്ന ഭൂമി ഇപ്പോൾ 21ാം നൂറ്റാണ്ടിന്റെ ഉമ്മറപ്പടിയിലാണ്. ശാസ്ത്ര മുന്നേറ്റവും സാങ്കേതിക വളർച്ചയും വിസ്മയവഹമാണെങ്കിലും ലോകസമാധാനത്തിന്റെ കാര്യം അല്പം പോലും ആശാവഹമല്ല. അന്ധമായ വർഗീയത ലോകമെങ്ങും പടരുന്നത് താരതമ്യേന സമാധാനപ്രിയരായ വിഭാഗങ്ങളുടെ ജീവിതങ്ങൾ ദുസ്സഹമാക്കുന്നു. എല്ലാ കാലത്തും നിരന്തരമായി ആക്രമിക്കപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും ക്രിസ്ത്യാനികൾ തന്നെയായിരിക്കും. വിരലിൽ എണ്ണാവുന്നത്ര വിധത്തിൽ ക്രിസ്തീയ വിശ്വാസികൾ നാമമാത്രമായ യമൻ എന്ന രാജ്യത്തിലേക്കാണ് വാച്ചൻ പ്രയുടെ ഈ എപ്പിസോഡ് യാത്ര ചെയ്യുന്നത്. യുദ്ധവും പട്ടിണിയും മൂലം കഷ്ടത അനുഭവിക്കുന്ന ഒരു ജനതയാണ് അവിടെയുള്ളത്. ആ അറേബ്യൻ രാജ്യത്തിൽ സമാധാനം പുലരുന്നതിന് വേണ്ടിയും ക്രിസ്തീയ വിശ്വാസം വളരുന്നതിന് വേണ്ടിയും ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ വാച്ചൻ പ്രയുടെ ഈ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്കാദ്യം യമന്റെ ചരിത്രത്തിലേക്ക് പോവാം. മധ്യപൂർവേഷ്യയിലെ ദരിദ്ര രാജ്യമായ യമന് അതിപ്രാചീനമായ ഒരു സാംസ്കാരിക പൈതൃകം ഉണ്ടായിരുന്നു. ബൈബിളിൽ പഴയ നിയമത്തിൽ നോഹ യമനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധേയമാണ്. തേനും പാലും ഒഴുകുന്ന രാജ്യമാണത്രേ യമൻ. ബൈബിളിൽ പുതിയ നിയമത്തിലും യമന് പ്രസക്തിയുണ്ട്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഭൂജാതനായ ഉണ്ണിയേശുവിനെ കാണാനെത്തുന്ന പൗരസ്ത്യ ദേശത്തെ 3 രാജാക്കന്മാർ ഉണ്ണിയേശുവിനെ വണങ്ങി മീറയും കുന്തിരിക്കവും കാഴ്ചവെച്ചതായി പറയുന്നുണ്ട്. അവ യമനിലെ മലനിരകളിൽ നിന്നാണത്രേ ശേഖരിച്ചത്. പഴയ നിയമത്തിൽ പറയുന്ന ഷേബ രാജ്ഞിയുടെ നാട് യമനാണെന്നും ചില ചരിത്രകാരന്മാർ പറയുന്നു. പടിഞ്ഞാറൻ ഏഷ്യയിലെ കടുത്ത ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ പിന്തുടരുന്ന ഒരു മുസ്ലിം രാഷ്ട്രമാണ് യമൻ. അറേബ്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റത്താണ് ഔദ്യോഗികമായി റിപ്പബ്ലിക് ഓഫ് യമൻ എന്നറിയപ്പെടുന്ന യമൻ സ്ഥിതി ചെയ്യുന്നത്. ഈ ഉപദ്വീപിലെ രണ്ടാമത്തെ ഏറ്റവും വലിപ്പമുള്ള ഇസ്ലാമിക പരമാധികാര രാഷ്ട്രമാണ് യമൻ. സന നഗരമാണ് യമന്റെ തലസ്ഥാനം. ചരിത്രപരമായ രേഖകളിൽ സന നഗരം ജൂതന്മാരാൽ നിർമ്മിക്കപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അബ്ദുറബുഹ് മൻസൂർ ഹാദിയാണ് യമന്റെ പ്രസിഡന്റ്. യമന്റെ വടക്കേ അതിരുകൾക്കപ്പുറം സൗദി അറേബ്യയാണ്. പടിഞ്ഞാറ് ചെങ്കടൽ. അറേബ്യൻ രാഷ്ട്രങ്ങളിൽ സാമ്പത്തികമായി താഴേക്കിടയിലുള്ള ഒരു ദരിദ്ര രാഷ്ട്രമാണ് യമൻ. ഒരു സമ്പൂർണ്ണ മുസ്ലിം രാജ്യമായ യമനിൽ ഇസ്ലാം രാജ്യത്തിന്റെ ഏകമതമായി അംഗീകരിക്കപ്പെട്ടതുകൊണ്ട് മറ്റു മതങ്ങൾക്ക് സ്വതന്ത്രമായ വിശ്വാസ സംരക്ഷണം യമനിൽ അനുവദിക്കപ്പെടുന്നില്ല. ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങളുടെ കർശന നിലപാടുകളാണ് യമനിൽ നിലവിലുള്ളത്. 3 കത്തോലിക്ക ദേവാലയവും ഒരു ആംഗ്ലിക്കൻ ദേവാലയവും മാത്രമേ യമനിൽ ഇപ്പോഴുള്ളൂ. ബൈബിളിൽ 38 പ്രാവശ്യം യമനെ കുറിച്ച് പറയുന്നുണ്ട്. AD 630കളിലാണ് യമനിലേക്ക് ഇസ്ലാം മതം കടന്നുവരുന്നത്. അക്കാലത്ത് പേർഷ്യൻ ഗവർണർ ബദാനാണ് യമൻ ഭരിച്ചിരുന്നത്. പിന്നീട് യമൻ അറബ് ഇസ്ലാമിക് ഖലീഫമാരുടെ നിയന്ത്രണത്തിലായി. ക്രമേണ യമൻ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി. അറേബ്യ ഫെലിക്സ് എന്നാണ് ആദ്യകാലത്തെ യമന്റെ പേര്. സന്തോഷം അല്ലെങ്കിൽ ഭാഗ്യം എന്നർത്ഥം വരുന്ന ലാറ്റിൻ വാക്കാണ് ഫെലിക്സ്. മധ്യപൂർവ്വ ഏഷ്യയിലെ അറബികളുടെ ഉദ്ഭവം തുടങ്ങുന്നത് യമനിൽ നിന്നാണ് എന്ന് പറയപ്പെടുന്നു. യമനിലെ 70% ജനങ്ങളും ഗോത്ര സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ്. 1-ാം ലോക മഹായുദ്ധത്തിനു ശേഷം മുത്തവാക്കലിറ്റെ രാജവംശം യമൻ ഭരിക്കുകയുണ്ടായി. അതിനുശേഷം 1962 യമൻ അറബിക് റിപ്പബ്ലിക് സ്ഥാപിതമാകുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലമായി യമനിൽ ആഭ്യന്തര യുദ്ധമാണ്. 2015 മാർച്ചിലാണ് യമനിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങിയത്. 2019 വരെ 50,000-ലധികം പേർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. യമനിലെ മൊത്തം ജനസംഖ്യയുടെ 53% സുന്നി മുസ്ലിം വിഭാഗവും 45% ഷിയ മുസ്ലിം വിഭാഗവുമാണ്. ക്രൈസ്തവ ജനസംഖ്യ 3000-ൽ ഒതുങ്ങുന്നു.
5 വർഷമായി തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിന്റെ ദുരന്തങ്ങളും കെടുതിയും യമനെ വിട്ടൊഴിയുന്നില്ല. അബ്ദറഫ് മൻസൂർ ഹാദി നയിക്കുന്ന യമനീസ് സർക്കാരും ഹൂതി സായുധ രാഷ്ട്ര വിഭാഗവും തമ്മിലാണ് യുദ്ധം. 2015 തുടങ്ങിയ പോരാട്ടമാണ്. എവിടെയും വേദന മാത്രം. ഇപ്പോഴും തുടരുന്ന ആഭ്യന്തര യുദ്ധം മൂലം രാജ്യത്തെ ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കണക്കുകൾ പ്രകാരം യമനിലെ 14 കോടിയോളം വരുന്ന ജനങ്ങൾ ഇപ്പോൾ കൊടും പട്ടിണിയിലും കടുത്ത ദാരിദ്ര്യത്തിലുമാണ് ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനു പുറമെ കോളറ പോലെയുള്ള മാരകമായ സാംക്രമിക രോഗങ്ങളും രാജ്യത്തെമ്പാടും പടരുകയാണ്. ആയിരക്കണക്കിന് കുട്ടികളും കുഞ്ഞുങ്ങളും മരിച്ചുകൊണ്ടിരിക്കുന്നു. യമനിലെ മൊത്തം ജനതയുടെ 41% പേരും 15 വയസ്സിൽ താഴെയുള്ളവരാണ്. അടിയന്തരമായി ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ യമനിലേക്ക് തിരിയേണ്ടതുണ്ട്. അതെ, യമൻ ഒരു ദുഃഖത്തിന്റെ ദുരന്തഭൂമി മാത്രം. ഇതാണ് ലോക മനസാക്ഷിക്ക് നേർ യമൻ വരച്ചു കാട്ടുന്ന നേർചിത്രം. എന്നാൽ ഈ സാഹചര്യങ്ങൾ രാജ്യത്ത് തുടരുമ്പോഴും തീർത്തും ന്യൂനപക്ഷമായ ക്രൈസ്തവർക്കും ദേവാലയങ്ങൾക്കും നേരെ ഇപ്പോഴും ആക്രമണങ്ങൾ നടക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. നമുക്കറിയാം, ക്രിസ്തുമതം ലോകത്തു നിന്ന് തുടച്ചു നീക്കാനുള്ള ശ്രമം എക്കാലത്തും നടന്നിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ക്രിസ്താബ്ദം തുടങ്ങിയ നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ ക്രിസ്തുമതത്തിനെതിരെയുള്ള അടിച്ചമർത്തലുകളും പീഡനങ്ങളും ലോകത്ത് പല രാജ്യങ്ങളിലും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതെ, ക്രിസ്ത്യാനികളുടെ അചഞ്ചലമായ വിശ്വാസം ഓരോ കാലത്തും ഇതര മതങ്ങളുടെ ശത്രുതയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. ഈ ആധുനിക കാലത്തും അതികഠിനമായ ഉപദ്രവങ്ങളെയും പീഡനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുമതം നിലനിൽക്കുന്നു. ലോകത്ത് പലയിടത്തുമായി ക്രിസ്തുമത പ്രചാരണത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ട നൂറുകണക്കിന് മിഷണറിമാരും ക്രിസ്തുമതത്തിലേക്ക് കടന്നുവന്ന ആയിരക്കണക്കിന് വിശ്വാസികളും ക്രിസ്തുവിലുള്ള വിശ്വാസദാർഢ്യത്തിൽ നിന്നും പിന്തിരിയാനോ ക്രിസ്തുമതം ഉപേക്ഷിക്കാനോ തയ്യാറായില്ലെന്ന ഒറ്റ കാരണത്താൽ കൊല്ലപ്പെട്ട് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ലോകത്തിലെ വിവിധ ഭരണകൂടങ്ങൾ, പ്രത്യേകിച്ചും ഒട്ടോമൻ സാമ്രാജ്യം, ക്രിസ്ത്യാനികളെ അതിക്രൂരമായി പീഡന വിധേയമാക്കിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിരുന്നു അർമീനിയൻ കൂട്ടക്കൊല, അസീറിയൻ കൂട്ടക്കൊല, ഗ്രീക്ക് കൂട്ടക്കൊല എന്നിങ്ങനെ പലതും. കൂടാതെ നിരീശ്വരവാദം മുഖമുദ്രയാക്കിയ സോവിയറ്റ് യൂണിയൻ, കമ്മ്യൂണിസ്റ്റ് അൽബേനിയ, വടക്കൻ കൊറിയ തുടങ്ങിയ പല രാജ്യങ്ങളിലും ക്രൈസ്തവർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതാനും വർഷങ്ങളായി ഇസ്ലാമിക് ഭീകര സംഘടനകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി നൂറുകണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുകയും ധാരാളം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തകർത്ത് കളയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2019 ക്രൈസ്തവ പീഡനങ്ങൾ കൂടി വരികയാണെന്ന് മതപീഡനങ്ങൾ നിരീക്ഷിക്കുന്ന ഓപ്പൺ ഡോഴ്സ് സംഘടന വെളിപ്പെടുത്തുന്നു. ലോകമെമ്പാടുമായി 2.5 കോടിയിലധികം ക്രൈസ്തവർ ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നു എന്നതാണ് കണക്ക്. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ക്രൈസ്തവ പീഡനത്തിന് അടിസ്ഥാനമാകുന്നതെന്ന് നമുക്കറിയാം. വർഷങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോഴും ഭീകരതയുടെ സ്വഭാവം അതിക്രൂരമാകുമ്പോഴും യമനിലെ വിശ്വാസികൾ ഇപ്പോഴും തങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയാണ്. കേവലം 3000 പേർ മാത്രം വരുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങൾ യമനിൽ അനുഭവിക്കുന്ന പീഡനങ്ങളും ദ്രോഹങ്ങളും വാക്കുകൾക്ക് അതീതമാണ്. യുദ്ധം, ദാരിദ്ര്യം, പട്ടിണി, അതിന്റെ കൂടെ തീവ്രവാദികളുടെ ആക്രമണങ്ങൾ കൂടിയായാലോ? ആഭ്യന്തര കലഹവും മതമർദ്ദനങ്ങളും രൂക്ഷമായ യമനിൽ ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണം കുറയുന്നില്ല എന്നതാണ് വാസ്തവം. മറിച്ച് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുന്ന മറ്റു മതസ്ഥരും അവിടെ സജീവമായി കൊണ്ടിരിക്കുകയാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമമായ പ്രീമിയർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തദ്ദേശീയരായ യമനിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പ്രതിസന്ധി ഘട്ടത്തെ പ്രതി ആശങ്കയുണ്ട്. എന്നിരുന്നാലും മിഷനറിമാരുടെ അഭാവത്തിൽ
നാട്ടുകാർ തന്നെ മുൻകൈയെടുത്ത് വചനം പങ്കുവയ്ക്കാൻ തുടങ്ങി. ദൈവവചന പ്രഘോഷണത്തിൽ പരിചിതമല്ലെങ്കിലും തങ്ങളുടേതായ രീതിയിൽ സുവിശേഷം പ്രഘോഷിച്ച് മതപീഡന കാലഘട്ടത്തിൽ അവർ പരസ്പരം സാക്ഷ്യമാകുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ സഭയെ ശക്തിപ്പെടുത്താനിടയാക്കി. രാജ്യത്തെ ജനങ്ങൾ തങ്ങളുടെ വിശ്വാസം പങ്കുവയ്ക്കാനും മറ്റുള്ളവരെ പ്രചോദിപ്പിച്ച് സുവിശേഷം പ്രഘോഷിക്കാനും തങ്ങളുടേതായ രീതിയിൽ പരിശ്രമിക്കുന്നു. യമനിൽ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത് ഗോത്രത്തെ വഞ്ചിക്കുന്നതിന് തുല്യമായിട്ടാണ് പരിഗണിക്കുന്നത്. അതിനാൽ തന്നെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നവർക്ക് സ്വകുടുംബത്തിൽ നിന്നു തന്നെയാണ് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നത്. ക്രൈസ്തവരായി ജീവിക്കുന്നവരെ കുടുംബത്തിന് പുറത്താക്കുന്നതും പിന്നീട് വധിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഓപ്പൺ ഡോർസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന പീഡനങ്ങളിൽ ലോകത്ത് യമൻ 9ാം സ്ഥാനത്താണ്. യമനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു വൈദികനെ പറ്റിയാണ്, ഫാദർ ടോം ഉഴുന്നാലിൽ. 2016 മാർച്ച് മാസം മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ വൃദ്ധസദനത്തിൽ ആക്രമണം നടത്തിയ തീവ്രവാദികൾ 4 കന്യാസ്ത്രീകൾ ഉൾപ്പെടെ 16 പേരെ നിഷ്കരുണം കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഫാദർ ടോം ഉഴുന്നാലിനെ തടവിലാക്കിയത്. തെക്കൻ ഏദനിൽ അഗതി മന്ദിരത്തിന്റെ ചുമതലയായിരുന്നു ഫാദർ ടോമിന്. എൺപത് പേർ താമസിക്കുന്ന വൃദ്ധസദനത്തിൽ 2016 മാർച്ച് 4 രാവിലെ 8:30 4 തോക്കുധാരികൾ ആക്രമണം നടത്തിയത്. 4 കന്യാസ്ത്രീകൾ, 6 എത്യോപ്യക്കാർ, 6 യമൻകാർ എന്നിവരെ വധിച്ച ശേഷമായിരുന്നു ഇത്. മാർച്ച് 24 ദുഃഖവെള്ളി ദിനത്തിൽ ഫാദർ ടോം ഉഴുന്നാലിൽ ക്രൂശിലേറ്റി വധിക്കപ്പെടും എന്ന് വാർത്തയുണ്ടായി. മാർച്ച് 31 ഇന്ത്യയോട് IS വൻതുക മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായി വാർത്തകൾ വന്നിരുന്നു. ജൂലൈ 19 ടോം ഉഴുന്നാലിനെ ഭീകരർ കണ്ണുകെട്ടി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. താൻ രോഗാതുരനാണെന്നും തനിക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ടെന്നും അദ്ദേഹം പറയുന്നതായിരുന്നു സന്ദേശം. Dear people, I pray you all, ask you all, beg you all to do your might to help me to save my life. Dear Pope Francis, dear Holy Father, as a father, please take care of my life. I request also the other bishops all over the world to come to my help to save my life. I am very much depressed. My health is deteriorating. I may need hospitalization soon. Please come to my help quickly. I request also my fellow human beings of different governments to consider me as a human person and come to my help on the humanitarian level to get me released and save my life. I need your help. Please help me. നീണ്ട തടവറവാസത്തിന് ശേഷം അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി 2017 സെപ്റ്റംബർ 12 ടോം ഉഴുന്നാലിൽ മോചിതനായി. ആദിമസഭ മുതൽ ഇന്നോളം മതപീഡനത്തെ അതിജീവിച്ചാണ് സഭ മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത്. പീഡനം നടത്തിയവർക്ക് പറയാൻ വ്യത്യസ്ത കാരണങ്ങളുണ്ടെങ്കിലും ആത്യന്തികമായി അവർക്കൊരു ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്: ക്രൈസ്തവ വിശ്വാസം നശിപ്പിക്കുക. ഇതിൽ കുറച്ചൊക്കെ തീവ്രവാദികൾ വിജയിച്ചെങ്കിലും മറുവശത്ത് അവർ പ്രതീക്ഷിക്കുന്നതിലുമപ്പുറം മറ്റൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അത് സഭയുടെ വിശ്വാസ വളർച്ചയാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന IS പോലെയുള്ള തീവ്രവാദികൾക്ക് കാണാൻ സാധിക്കുന്നത് ക്രിസ്തുവിനു വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ചിലരെയാണ്. യമനിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവർക്ക് പരസ്യമായി വിശ്വാസം ഏറ്റുപറയാനോ ആരാധന നടത്താനോ സാധ്യമല്ല.
അതിനാൽ അവർ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒന്നിച്ചുകൂടിയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. നമുക്ക് യമന് വേണ്ടി പ്രാർത്ഥനയുടെ കരമുയർത്താം. ആഭ്യന്തര യുദ്ധവും ദാരിദ്ര്യവും മൂലം കഷ്ടപ്പെടുന്ന അവിടുത്തെ ജനങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങളെ നമുക്കോർക്കാം. തങ്ങളുടെ വിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഞെരുക്കപ്പെടുന്ന യമനിൽ പുതിയതായി ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കണ്ണുനീർ നമ്മുടെ കണ്ണുനീരാകട്ടെ. യമനിൽ വിശ്വാസം ശക്തി പ്രാപിക്കട്ടെ. വീണ്ടും കാണുന്നതുവരെ പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ശക്തിപ്പെടുത്താം.